പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 40ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചാണ്. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. യഥാർത്ഥ സൗഭാഗ്യം അനുഭവിക്കാനുള്ള നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ പ്രബോധനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിൽ നിയമത്തോടുള്ള വിശ്വസ്തതയാണ് സൗഭാഗ്യമായി കരുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിലുള്ള വിശ്വാസം ക്രിസ്തു വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന സൗഭാഗ്യങ്ങളെയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തു കാട്ടുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 8 ഭാഗ്യങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ അഷ്ടസൗഭാഗ്യങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ സൗഭാഗ്യങ്ങൾ യേശുവിലൂടെ സംലഭ്യമായിരിക്കുകയാണ്. യേശുവിലൂടെ നൽകപ്പെട്ട സൗജന്യ ദാനമാണ് ദിവ്യമായ ആനന്ദവും സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്ന ഈ സൗഭാഗ്യങ്ങൾ. ഇനി ഇത് ആർജിക്കാനായി നാം ഒന്നും ചെയ്യേണ്ടതില്ല. വിശ്വാസപൂർവം സ്വീകരിച്ച് അനുഭവിച്ചാൽ മതി. 1-ാമത്തെ സൗഭാഗ്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇവിടെ ദാരിദ്ര്യത്തിൻ്റെ ഭൗതികവും സാമൂഹികവുമായ വശത്തിലുപരി വശത്തിനാണ് പ്രാധാന്യം. ഇവിടെ പറയുന്ന ദരിദ്രർ യഹോവയുടെ പാവപ്പെട്ടവരാണ്. അനാവിം യാവേ, അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കുകയും ദൈവത്തിനു വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്ന വിനയാന്യുതരായ ദൈവഭക്തരാണ് ആത്മാവിൽ ദരിദ്രരായവർ. അവരുടെ സൗഭാഗ്യത്തിന് കാരണം സ്വർഗരാജ്യം അവരുടേതാണ് എന്നതാണ്. അവർ സ്വർഗീയ സൗഭാഗ്യം ഇന്ന് ഇപ്പോൾ ഇവിടെ അനുഭവിക്കും. വരാനിരിക്കുന്ന രാജ്യത്തിൽ അതിൻ്റെ പൂർണ്ണതയും. 2-ാമത്തെ സൗഭാഗ്യം, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലാപം എന്നതും ആത്മീയമായ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ആത്മീയമായ വിലാപമെന്നത് മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയുള്ള വിലാപമാണ്. സ്വന്തം തിന്മകളെ ഓർത്തുള്ള വിലാപവും തനിക്കു ചുറ്റും കാണുന്ന തിന്മകളെ ഓർത്തുള്ള വിലാപവും ഭൂമിയിൽ സ്വർഗം സംജാതമാകാൻ വേണ്ടി ദൈവസന്നിധിയിലുള്ള ആത്മീയ വിലാപവും ഇതിൽ ഉൾപ്പെടും. ദൈവം ജെറുസലേം നശിപ്പിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരെ അടയാളമുദ്രയിട്ട് സംരക്ഷിക്കുന്നതായി യെസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ വിലാപം സ്വർഗീയ ആശ്വാസം പകരുന്നതാണ്. ഈ വിലാപത്തിൽ ദിവ്യമായ ഒരു ആനന്ദവും ആശ്വാസവുമുണ്ട്. ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ദിവ്യമായ ആശ്വാസമാണിത്. ആത്മാവിൽ ദരിദ്രരായവർക്കേ ഇപ്രകാരം വിലപിക്കാനും ദൈവം നൽകുന്ന ഈ ആശ്വാസം അനുഭവിക്കാനും കഴിയുകയുള്ളൂ. ഈ വിലാപത്തിൽ നിന്നുളവാകുന്ന ആശ്വാസവും ആനന്ദവും ഇവിടെ വച്ച് തന്നെ നമുക്ക് അനുഭവിക്കാമെങ്കിലും ഇതിനൊരു യുഗാന്ത്യോന്മുഖമായ വശമുണ്ട്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഈ വിലാപത്തിൻ്റെ കണ്ണുനീർ ദൈവം പൂർണ്ണമായും തുടച്ചു നീക്കും. തിന്മ പൂർണ്ണമായും ഇല്ലാതായി പൂർണ്ണമായും ദൈവഹിതം നിറവേറുകയും ദൈവേഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവുകയും ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണിത്. 3-ാമത്തെ സൗഭാഗ്യം, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. 1-ാമത്തെ സൗഭാഗ്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന് പറഞ്ഞു. 3-ാമത്തെ സൗഭാഗ്യത്തിൽ ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുന്നു. ശാന്തശീലർ ഭൂമി കൈവശമാക്കും. ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കുമെന്ന്
സങ്കീർത്തനം 37:11 പറയുന്നുണ്ട്. ഭൂമിയിൽ വെച്ച് തന്നെ അവർ സ്വർഗീയമായ എല്ലാ ഐശ്വര്യങ്ങൾക്കും അവകാശികളായിത്തീരും എന്ന ഒരർത്ഥം ഇതിനുണ്ട്. പഴയ നിയമത്തിൽ മോശയെ ഭൂമുഖത്തുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും സൗമ്യൻ അഥവാ ശാന്തശീലനായി അവതരിപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ പുതിയ മോശയായ യേശുവാണ് ശാന്തശീലർക്ക് മാതൃക. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മത്തായി എഴുതിയ സുവിശേഷം 11:29. ശാന്തശീലർ അവകാശമാക്കുന്ന ഈ ഭൂമി ആത്യന്തികമായി സൂചിപ്പിക്കുന്നത് ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം ചെയ്ത ദേശമാണ്. ആ ദേശം സ്വർഗീയ ജെറുസലേമാണ്. അതായത് ശാന്തശീലർ അവകാശമാക്കുന്ന ഭൂമി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേമാണ്. അതിനാൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്തതുപോലെ പുതിയ ഇസ്രായേലായ സഭാമക്കളായ നാം സ്വർഗീയ ജെറുസലേമാകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം. ആത്മാവിൽ ദരിദ്രരായവർക്ക് മാത്രമേ ഇപ്രകാരം ശാന്തശീലരായി പുതിയ ആകാശവും പുതിയ ഭൂമിയും മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്ത് പുതിയ ജെറുസലേമാകുന്ന ഭൂമി അവകാശമാക്കുവാൻ സാധിക്കുകയുള്ളൂ. 4-ാമത്തെ സൗഭാഗ്യം. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ദൈവ തിരുമനസ് അഥവാ യഥാർത്ഥ സത്യം അറിയുന്നതിനും അതനുസരിച്ച് ജീവിച്ച് ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനുമുള്ള ദൈവഭക്തരുടെ ആന്തരികമായ വിശപ്പും ദാഹവുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവ തിരുഹിതം അറിഞ്ഞ് നിറവേറ്റുന്നതാണ് യഥാർത്ഥ നീതി. അതുവഴി ലഭിക്കുന്ന സംതൃപ്തിയും ആന്തരിക സമാധാനവും ആനന്ദവും അവർണ്ണനീയമാണ്. അവർ ശാശ്വതമായ സംതൃപ്തിക്കും സമാധാനത്തിനും ആനന്ദത്തിനും അവകാശികളായിത്തീരും. 5-ാമത്തെ സൗഭാഗ്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യരും കരുണയുള്ളവരായിരിക്കണമെന്നാണ് യേശു തമ്പുരാൻ നമ്മോട് പറയുന്നത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്ക 6:36. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് കർത്താവും കരുണ കാണിക്കും. എന്താണ് കരുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവകാരുണ്യത്തിന് 5 പ്രധാന അർത്ഥതലങ്ങളുണ്ട്. 1. ദൈവത്തിന് മനുഷ്യരോടുള്ള സമീപനവും മനോഭാവവും മനുഷ്യരോട് അവിടുന്ന് കാട്ടുന്ന ദീർഘക്ഷമയും ദയയും അലിവുമൊക്കെയാണ് കരുണ. 2. നമ്മുടെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും അനുസരിച്ച് നാം അർഹിക്കുന്ന ശിക്ഷകളും കഷ്ടാരിഷ്ടതകളും നമ്മുടെ മേൽ വരുത്താതെ ദയയോടെ ശിക്ഷ ഇളവ് ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് കരുണ. നാം അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ മേൽ വരുത്താതെ, നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മെ ശിക്ഷിക്കാതെ നമ്മോട് ദീർഘക്ഷമ കാട്ടുന്ന ഒരു ദൈവം. 3. ദൈവത്തിൻ്റെ കരുണ നമുക്ക് വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നൽകുന്നു. 4. നമ്മെ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം ചെയ്യുന്നു. ഉദാഹരണമായി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ തന്ന ദൈവപിതാവിൻ്റെ കരുണാർദ്ര സ്നേഹവും പാപികളായ നമുക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന പുത്രൻ തമ്പുരാൻ്റെ സ്നേഹവും. 5. പാപികളായ നമ്മുടെ മേൽ ദൈവം കരുണയോടെ കൃപ ചൊരിയുന്നു. നാം അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ മേൽ വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, അർഹിക്കാത്ത കൃപകൾ കൊണ്ട് ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുന്നു. അളവില്ലാത്ത കൃപാ സമൃദ്ധിയിലേക്കും ഒരിക്കലും അവസാനിക്കാത്ത കൃപാ പ്രവാഹത്തിലേക്കുമാണ് വലിയ കരുണയോടെ ദൈവം തൻ്റെ ഭക്തരെ നയിക്കുന്നത്. അനുതപിച്ച് വിശ്വാസപൂർവം ദൈവത്തിലേക്ക് തിരിയുന്നവരിൽ കരുണയോടെ അളവില്ലാത്ത കൃപ ചൊരിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇപ്രകാരമുള്ള കരുണയുള്ളവരെയാണ്
യേശു ഭാഗ്യവാന്മാർ എന്ന് വിളിച്ചത്. ദൈവകാരുണ്യത്തിൻ്റെ ഈ 5 അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുന്ന കരുണയുടെ അവകാശികളാണോ നാം? വിശാലമായ ഈ അർത്ഥത്തിൽ കരുണ അഭ്യസിച്ച് നമുക്ക് ഭാഗ്യമുള്ളവരായി തീരാം. ദൈവത്തിൻ്റെ കരുണയായ യേശുവിൻ്റെ മാതൃകയും അവിടുത്തെ ദിവ്യ പ്രബോധനങ്ങളും ദൈവകാരുണ്യത്തിൻ്റെ പാരമ്യമായ പരിശുദ്ധ കുർബാനയുമാണ് കരുണ അഭ്യസിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന കാര്യങ്ങൾ. 6-ാമത്തെ സൗഭാഗ്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പരമപരിശുദ്ധനായ ദൈവത്തെ ദർശിക്കുന്നതിന് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിമുക്തമായ ഒരു നിർമ്മല ഹൃദയത്തിൻ്റെ അനിവാര്യതയാണ് ഈ സൗഭാഗ്യം എടുത്തു കാട്ടുന്നത്. പരിശുദ്ധി കൂടാതെ ആർക്കും പരമപരിശുദ്ധനായ ദൈവത്തെ ദർശിക്കുന്നതിനോ അവിടത്തോടൊത്ത് വസിക്കുന്നതിനോ സാധ്യമല്ല. ഹൃദയശുദ്ധി നമ്മെ ദൈവികമായ അറിവിലും ജ്ഞാനത്തിലും നിസ്വാർത്ഥമായ ദൈവസ്നേഹത്തിലും ദൈവവുമായുള്ള ആത്മബന്ധത്തിലും വളർന്ന് അവിടുത്തെ തിരുമുഖം ദർശിക്കുന്നതിന് സഹായിക്കും. മാത്രമല്ല, എല്ലാ സ്വർഗീയ ഭാഗ്യങ്ങൾക്കും നാം അവകാശികളായി തീരുകയും ചെയ്യും. ദൈവത്തെ ദർശിക്കുക എന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. 7-ാമത്തെ സൗഭാഗ്യം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനത്തിൻ്റെ രാജാവായ യേശുമിശിഹായുടെ ശിഷ്യർ സമാധാനകാംക്ഷികളായിരിക്കണം. സമാധാനം സ്ഥാപിക്കുക വഴി അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും പരസ്പര ഐക്യവും സമാധാനവും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെയും അതിൻ്റെ പ്രാധാന്യത്തെയും ഈ സൗഭാഗ്യം എടുത്തു കാട്ടുന്നു. യഥാർത്ഥമായ ഹൃദയ സമാധാനം അനുഭവിക്കുന്നതിന് മുകളിൽ പറഞ്ഞ 6 സൗഭാഗ്യങ്ങളുടെയും ഉടമകളാകണം നാം. യഥാർത്ഥമായ സമാധാനം സ്വയം അനുഭവിക്കുന്നവർക്കേ സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും പരസ്പര ഐക്യവും സമാധാനവും വളർത്താൻ സാധിക്കുകയുള്ളൂ. 8-ാമത്തെ സൗഭാഗ്യം. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. യേശു പറയുന്നു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. യേശുവിനെ പ്രതി നിന്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കുന്നത് ഭാഗ്യമായി കരുതി അതിൽ ആനന്ദിക്കണമെന്നാണ് യേശു ഇതുവഴി നമ്മോട് പറയുന്നത്. പീഡനങ്ങൾക്ക് മധ്യേ പോലും സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുമെന്ന പ്രത്യാശയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവനീതി സ്ഥാപിക്കാൻ നാം പരിശ്രമിക്കണമെന്നാണ് ഈ സൗഭാഗ്യം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ 8 സൗഭാഗ്യങ്ങളും ഓരോന്നായി പഠിച്ചു മനസ്സിലാക്കി ഇവയുടെ അവകാശികളാകാനുള്ള തീക്ഷ്ണമായ നമ്മുടെ ആഗ്രഹം കർത്താവിനെ അറിയിച്ച് മൗന ഹൃദയത്തിൽ ഇവ സംഗ്രഹിച്ച് തൃപ്പാദത്തിലിരുന്ന് നിരന്തരം ധ്യാനിച്ച് നല്ല ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർക്ക് ഈ സൗഭാഗ്യങ്ങളുടെ അവകാശികളാകാനും അനേകരെ ഇവയിലേക്ക് ആകർഷിച്ചടിപ്പിക്കാനും സാധിക്കും. നിരന്തരമായ ധ്യാനത്തിലൂടെയും സഭാത്മകമായ വചനാനുസൃത ജീവിതത്തിലൂടെയും ശരിയായ ബലി ജീവിതത്തിലൂടെയുമാണ് നമുക്ക് ഈ ഭാഗ്യങ്ങളുടെ അവകാശികളായി തീരാൻ സാധിക്കുന്നത്. ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ സ്വയം ഈ സൗഭാഗ്യങ്ങളുടെ അവകാശികളാകാനും അനേകരെ ഇതിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.